അല്ല, ഇന്ത്യ സഖ്യം എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇന്ത്യ ബ്ലോക്ക് എന്നാണ്. അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ തലത്തിലാണ് പ്രവർത്തിക്കുക. ബംഗാളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ CPIM ഇടത് മുന്നണി എന്ന നിലയിൽ പ്രാഥമിക ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ലെഫ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ലെഫ്റ്റ് ഫ്രണ്ടിൽപ്പെട്ട പാർട്ടികൾ തമ്മിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ലെഫ്റ്റ് ഫ്രണ്ടിൽ ഇല്ലാത്ത ചില ഇടതുപക്ഷ പാർട്ടികളുണ്ട്, ഇടതുപക്ഷ ഇതര പാർട്ടികളുമുണ്ട്. അതിൽ ദിവാങ്കർ ഭട്ടാചാര്യയുടെ പാർട്ടി CPIML ലിബറേഷൻ, ആ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തി. ആ പാർട്ടിയും CPM-ന്റെ നേതൃത്വത്തിലുള്ള CPI ഉൾപ്പെടുന്ന ഇടതു മുന്നണിയും തമ്മിൽ സീറ്റിൻ്റെ കാര്യത്തിൽ സഹകരിച്ചു പോകാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കണം, എത്ര സീറ്റ് മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാകാതിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച ഘട്ടം ഘട്ടമായി നടക്കുകയാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ യോഗം ചേർന്നിട്ട് എടുത്ത തീരുമാനമുണ്ട്. ഇപ്പം ഇല്ല, അതാണ് മുന്നണിക്ക് പുറത്തുള്ള ഇടതുപക്ഷ പാർട്ടി. അവരുമായി ചർച്ച ചെയ്ത് അവരുമായി ഈ തെരഞ്ഞെടുപ്പ് യോജിച്ചാണ് മത്സരിക്കാൻ പോകുന്നത്. അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയും, കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എത്ര സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഏത് സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ അവരുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബംഗാളിൽ നടന്നു കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ ഒരു സീറ്റ് ദിവാങ്കർ ഭട്ടാചാര്യയുടെ CPIML ലിബറേഷന് വിട്ടുകൊടുക്കുകയുണ്ടായി. അവർ മത്സരിച്ചിട്ടുണ്ട്. അപ്പം ഇടതു മുന്നണി ബംഗാളിൽ ചുരുക്കി പറഞ്ഞാൽ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ തൃണമൂൽ കോൺഗ്രസിനെയും BJP-യെയും എതിർക്കാൻ തയ്യാറുള്ള മറ്റു പാർട്ടികൾ എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം ആരംഭിച്ചിട്ടില്ല. അത് ഭാവിയിൽ വരേണ്ടതാണ്.